ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നേ ഇവിടെ കാണിക്കുന്നത് പാൽക്കപ്പ ഉണ്ടല്ലോ, പാൽക്കപ്പ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നല്ല മീൻ മുളകിട്ടതും. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണല്ലോ പാൽക്കപ്പ. ഞാൻ ഈ സൗദി അറേബ്യയിലെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇവിടെ ഈ ഇടയ്ക്കാണ് ഞങ്ങൾ ഈ പാൽക്കപ്പ എന്നൊക്കെയുള്ള വിഭവം റെസ്റ്റോറൻറ്റ് മെനുവിലൊക്കെ കണ്ടു തുടങ്ങിയതേ. ഇപ്പൊ കഴിഞ്ഞ ദിവസേ ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയപ്പോഴേക്കും ഇതേപോലെ ഒരു വിഭവം കണ്ടൊന്ന് കഴിച്ചു നോക്കി. അപ്പൊ അതൊന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ഞാനും വിചാരിച്ചു. ഇവിടെ ഈ നമ്മുടെ മരച്ചീനി, നല്ല ഫ്രഷ് ആയിട്ടുള്ള മരച്ചീനിയൊക്കെ വല്ലപ്പോഴും വരാറുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് കിട്ടിയപ്പോ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഇവിടെ കിട്ടാറുള്ളത് എപ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള മരച്ചീനിയൊക്കെ കിട്ടാറുണ്ട്. ഫ്രഷ് അങ്ങോട്ട് ഒരെണ്ണം കിട്ടിയപ്പോഴേക്കും അതൊന്ന് റെഡിയാക്കാന്ന് വെച്ചു. അതിനായിട്ട് ഞാൻ അതിന്റെ തൊലിയൊക്കെ അങ്ങോട്ട് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറുക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. പിന്നെ ഇതൊരു കുക്കറിലിട്ട് ഞാൻ ആദ്യം വേവിച്ചെടുക്കുവേ. കുറച്ച് വെള്ളവും അതിനാവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കും. കാരണം കപ്പ വേവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് തന്നെ വേവിച്ചിട്ട് അതിന്റെ വെള്ളമൊക്കെ അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യുന്നത്, പാൽക്കപ്പ എന്നുള്ള വിഭവം ഉണ്ടാക്കുന്നത്. അപ്പം ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ഞാനത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചു വേവിക്കാനായിട്ട്. പിന്നെ ഇതിന് കൂടെ കഴിക്കാനുള്ള കറി, അപ്പോൾ നല്ല മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഒക്കെ ഇതിൽ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇവിടെ വെക്കുന്നത് മീൻ മുളകിട്ടതാണ്. അതിനായിട്ടൊരു 2 സവാള, കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു മാങ്ങയുടെ കഷ്ണം, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് അതങ്ങോട്ട് പൊട്ടി വന്നപ്പോഴേക്കും ആ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില അങ്ങോട്ട് ചേർത്തു. അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് അതും കൂടി ഒന്ന് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഈ സവാള അങ്ങോട്ട് വഴറ്റി എടുക്കുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പൊക്കെ ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുമല്ലോ. ഇതിലേക്ക് ആദ്യം കുറച്ചങ്ങോട്ട് ഉപ്പൊക്കെ ചേർത്ത് അത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 2 ടീസ്പൂണോളം 2-2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ഇപ്പം ഈ സവാളൊക്കെ വഴറ്റി അങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുക്കണം. ഇപ്പൊ ഒരു ചെറിയ തീയിലിട്ട് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണ മീനുണ്ടല്ലോ, അത് നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പം അതിന് അത്യാവശ്യം ഗ്രേവി കൂടി വേണമല്ലോ. അപ്പം അതിനു വേണ്ടി ഞാനൊരു 1/2 ലിറ്ററോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കണ്ടേ. ആ വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടെ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കണ മാങ്ങയുടെ കഷ്ണങ്ങളുണ്ടല്ലോ, ഒരു ചെറിയൊരു പീസാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കണത്. ഇപ്പം നല്ല പച്ച മാങ്ങയുടെ കഷ്ണവും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി നീളത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ടേ ഇതിൽ നല്ലവണ്ണം അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും റെഡിയാക്കി വെച്ച മീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇടുന്ന മീനേ അയിലയാണ്. മീഡിയം വലിപ്പത്തിൽ ഒരു 9 അയില ഉണ്ടാവും. അത് മുഴുവനായിട്ട് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത്. ഈ ഗ്രേവി നല്ലവണ്ണം അങ്ങോട്ട് തിളച്ചങ്ങോട്ട് റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കും. ഉപ്പുണ്ടാവും നോക്കി ഉപ്പ്, അതുപോലെ തന്നെ എരിവൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് ചേർക്കുമ്പോൾ കുരുമുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. എല്ലാം അങ്ങോട്ട് പാകത്തിന് ചേർത്ത് കഴിഞ്ഞാലേ പിന്നെ ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. മീൻ അങ്ങോട്ട് ഇട്ട് നല്ലവണ്ണം അങ്ങോട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ച് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും കറി റെഡിയാവും. അത്യാവശ്യം ചാറോട് കൂടി തന്നെയാണ് ഞാൻ ഈ കറി റെഡിയാക്കി അങ്ങോട്ട് എടുത്തേക്കണത്. ഇപ്പൊ കറി അങ്ങോട്ട് റെഡിയായി. ഇനിയിപ്പോ ആ കപ്പയുടെ പരിപാടി ഒന്ന് നോക്കണം. കപ്പ നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇതൊക്കെ അതിന്റെ വെള്ളമൊക്കെ ഊറ്റി അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളി മാത്രമാണ്. അപ്പൊ ആ വെളുത്തുള്ളി അങ്ങോട്ട് റെഡിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ടു. എന്നിട്ട് ആ വേവിച്ച കപ്പയുണ്ടല്ലോ അതും കൂടി അതിലേക്ക് ചേർത്തിട്ടെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു.
കാരണം ഞാനിത് പാൽക്കപ്പ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ രീതിയിലൊന്ന് ചെയ്തു നോക്കുകയാണ്. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അന്ന് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് ചൂടാക്കി അങ്ങോട്ട് എടുത്തു. അപ്പൊ അത് ആ വെള്ളം അങ്ങോട്ട് തിളച്ച് അങ്ങോട്ട് വന്നപ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ചേർത്തതേ തേങ്ങാപ്പാൽ പൊടി കലക്കിയിട്ടാണ്. അപ്പൊ തേങ്ങാപ്പാൽ പൊടി ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെയാണ് കലക്കി അങ്ങോട്ട് എടുത്ത് ഇതിലേക്ക് ചേർത്തതേ. അപ്പൊ ആ പാത്രത്തില് കുറച്ചും കൂടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഒന്നും കൂടി അതൊന്ന് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചപ്പോഴേക്കും കുറച്ച് വെള്ളം അങ്ങോട്ട് കൂടിപ്പോയി. അപ്പൊ വെള്ളം അങ്ങോട്ട് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുന്നു മാത്രം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ട് വരാനായിട്ട്. അപ്പൊ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ ചെറിയ തീയിൽ അടച്ച് വെച്ച് അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുത്തു. ഒരു 5-10 മിനിറ്റ് ആയപ്പോഴേക്കും ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് കുറുകി നല്ല കപ്പയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടേ. കാരണം ഇതിൽ ചെയ്യാറ് പിന്നെ താളിച്ചിടാറാണ് പതിവ്. ഉണക്കമുളക്, ചില കറിവേപ്പിലയും ചിലപ്പോൾ കടുകൊക്കെ അങ്ങോട്ട് താളിച്ചിടാറുണ്ട്. അപ്പൊ ഞാൻ അതല്ല ചെയ്തേക്കണം, കുറച്ച് കറിവേപ്പില അങ്ങോട്ട് നേരെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഈ കപ്പ ഉണ്ടല്ലോ, ഈ വേവിച്ച ഈ കപ്പ പാൽക്കപ്പ നേരെ അതിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടത് അങ്ങോട്ട് മൂടിയിട്ട് നല്ല വണ്ണം അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചു. ഇതേപോലെ അങ്ങോട്ട് ആ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇതിന്റെ അടിയിലേക്ക് അങ്ങോട്ട് വെച്ച് ആ ചൂടിൽ തന്നെ നല്ല വണ്ണം അങ്ങോട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്മെല്ല്, തേങ്ങാപ്പാലും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ആ സ്മെല്ലുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ പാൽക്കപ്പ റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകി തന്നെ റെഡി ആയിട്ടുണ്ടേ. ഞാൻ ഇതിലേ വേറെ എരിവൊന്നും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടില്ലേ. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മീൻ കറിയാണല്ലോ, നല്ല മീൻ മുളക് ഇട്ടത്. എന്തായാലും മീൻ കറിക്ക് എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതില് ഒരു എരിവ് ഇട്ടിട്ടില്ല. ആകെ ഇത്രയും ഉപ്പും അതുപോലെ തന്നെ ആ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളി അത് മാത്രം അങ്ങോട്ട് ചേർത്തിട്ടുള്ളൂ. ബാക്കി കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ. അപ്പൊ മീൻ കറിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പാൽക്കപ്പയൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കൂട്ടുകാരെ. അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കോ, നല്ല സൂപ്പർ ഐറ്റമാണ്. വലിയ പാടൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്, എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള കപ്പ വേവിക്കാറുണ്ട്, അത് നല്ല തേങ്ങാപ്പാലിട്ടൊന്ന് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ പാൽക്കപ്പയാവും. അത് നമ്മുടെ സ്റ്റൈലിൽ ചെയ്താൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ. അപ്പൊ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുകളാണ് ഇതേപോലെയുള്ള യൂട്യൂബ് ചാനലുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം, പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനമൊക്കെ തരുന്നത്. ഇതേപോലെയുള്ള പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ടേ എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതുവരെ നന്ദി, നമസ്കാരം.